ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷയുടെ ആദ്യത്തെ എപ്പിസോഡ് ഇന്നലെ രാത്രി തന്നെ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരും ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് കാണാൻ നോക്കുക, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാണാൻ ശ്രമിക്കുക. കാരണം അഗ്നി പരീക്ഷ കാണേണ്ടത് വളരെ ആവശ്യമാണ്. ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരോടാണ് കേട്ടോ പറയുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ അഗ്നി പരീക്ഷയിൽ നിന്ന് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തുടർന്നുള്ള സീസൺ 8ലും കണക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കണക്ട് ചെയ്ത് വരാനുള്ള സാധ്യതകളുണ്ട്. സോ അതുകൊണ്ട് അഗ്നി പരീക്ഷ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇനി എപ്പിസോഡ് വളരെ ചുരുക്കി നമുക്കൊന്ന് പറയാം. അതായത് 40 കണ്ടസ്റ്റൻസ് വരുന്നു. ആദ്യം ഒരു ടാസ്ക് ആണ് കൊടുക്കുന്നത്. ആദ്യമായിട്ട് കണ്ടസ്റ്റൻസിന് ഒരു ടാസ്ക് കൊടുക്കുന്നു. ഒരു പൂട്ടും താക്കോലും കൊടുക്കുന്ന ഒരു ടാസ്ക് ആണ്. എന്ന് വെച്ചാൽ താക്കോൽ ഒരിടത്ത് കാണും, പൂട്ട് വേറെ ഒരിടത്ത് കാണും. അതിനകത്ത് കുറച്ച് ക്ലൂസ്, താക്കോലിനും ഒരു ക്ലൂ കാണും, പൂട്ടുകളിലും ഓരോ ക്ലൂകൾ കാണും. സോ 20 താക്കോലും 20 പൂട്ടുമാണുള്ളത്. ഇത് കളക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ജോലി. 20 പേരെ ആ ടാസ്കിൽ ജയിക്കുള്ളൂ. സോ താക്കോല് കളക്ട് ചെയ്യുക, അതിലുള്ള ക്ലൂ മനസ്സിലാക്കിയിട്ട് ഏതാണ് പൂട്ടെന്ന് തിരിച്ചറിഞ്ഞ് തുറക്കണം. സോ അങ്ങനെ ആദ്യം എടുക്കുന്ന 20 പേരായിരിക്കും ടാസ്കിൽ ജയിക്കുക. ഈ ഒരു ടാസ്കിൽ ജയിച്ച 20 പേരാണ് ആദ്യത്തെ എപ്പിസോഡിൽ അവരെയാണ് നമ്മൾ മറ്റുള്ള ആക്ടിവിറ്റീസിൽ കാണാൻ കഴിയുന്നത്. കാരണം ജയിച്ച 20 പേരുമായിട്ട് നമ്മുടെ അവതാരകയായിട്ടുള്ള റനീഷ സ്റ്റേജിലേക്ക് പോവാണ്. അപ്പൊ ബാക്കി 20 പേരുടെ കാര്യം പിന്നെ പറയാമെന്നാണ് പറയുന്നത്. എന്തായാലും എപ്പിസോഡ് അവസാനിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അവരെ കുറിച്ച് അടുത്ത എപ്പിസോഡിൽ അവർക്കൊരു അവസരം കൂടി കൊടുക്കും. സോ ജയിച്ച 20 പേര്, ആ ജയിച്ച 20 പേരെ 3 ടീമിലായിട്ട് മാറ്റുന്നുണ്ട്. 3 ടീം എന്ന് പറയുമ്പോൾ നമ്മുടെ അഖിൽമാരാറിന് ഒരു ടീം, നമ്മുടെ റിയാസിന് ഒരു ടീം, രഞ്ജിനിക്ക് ഒരു ടീം. അവർക്ക് തന്നെ ടീം അംഗങ്ങളെ തെരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. സോ ആ സമയത്താണ് നമ്മൾ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള 20 പേരെ പരിചയപ്പെടുന്നത്. മറ്റ് 20 പേര് ആരാണെന്ന് നമുക്കറിയില്ല, അടുത്ത എപ്പിസോഡിൽ അറിയാം. റിയാസിന്റെ ടീമില് ഷിബിന, പൂജ, അഭിറാം, അതുപോലെ നഷ പാലത്തിങ്കൽ, അസിയ, അതുപോലെ ഒരു അനഘ, പിന്നെ പ്രണവ്, ഇത്രയും പേരാണ് റിയാസിന്റെ ടീമിൽ വരുന്നത്. രഞ്ജിനിയുടെ ടീമില് ആരാധ്യ, അതുപോലെ ഷബീറ, പാർവതി, അമൃത, വർഷ, നയന, രചന എന്നിവരാണ് വരുന്നത്. അഖിലിന്റെ ടീമില് ബിജു തോമസ്, പിന്നെ വരുന്നത് എൽദോ, ഷിജിൻ, അതുപോലെ നമ്മുടെ അമൽ മോഹൻ, അപർണ സുരേഷ്, ഷാനോ എന്നിങ്ങനെ 6 പേരാണ് അഖിൽമാരാറിന്റെ ടീമിൽ വരുന്നത്. സോ 3 ടീമായതിനു ശേഷം പിന്നീട് അടുത്ത് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 3 ടീമുകൾക്കും ടാസ്കുകൾ കൊടുക്കും, ഓരോ ടീമുകൾ വീതം. സോ ആദ്യമായിട്ട് ടാസ്ക് ചെയ്യാൻ വരുന്നത് റിയാസിന്റെ ടീമാണ്. ആ സമയത്താണ് കണ്ടസ്റ്റൻസിനെ ഒക്കെ പരിചയപ്പെടുന്നത്. ജസ്റ്റ് ഒന്ന് അവരെവിടെ നിന്ന് വരുന്നു, എന്താണ് അവർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സി വരുന്ന അവർക്ക് ആദ്യം കൊടുക്കുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത്, ഫസ്റ്റത്തെ നമ്മുടെ റിയാസിന്റെ ടീമിന് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഒരു പിരമിഡ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു. സ്കെയിലുകളും കപ്പുകളും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക്. ഈ ടാസ്കില് പരാജയപ്പെടുന്നവർക്ക്, തോറ്റുപോകുന്ന ആളുകൾക്ക് ശരിക്കും ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഡേഞ്ചറസ് സോൺ ആയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടാവും. അവിടെ ആയിരിക്കും പോയിരിക്കേണ്ടത്. എന്ന് വെച്ചാൽ അവര് ഡേഞ്ചറസ് സോണിലാണ്. എപ്പോ വേണമെങ്കിലും അവർ പുറത്തു പോകാനുള്ള സാധ്യതയുള്ള ആൾക്കാരായിരിക്കും ടാസ്കിൽ തോൽക്കുന്ന ആൾക്കാര്. സോ ആദ്യത്തെ ടാസ്കിനകത്ത് 3 പേരാണ് ഈ ഒരു പിരമിഡ് പൂർത്തിയാക്കുന്നത്. സോ 3 പേര് അതുകൊണ്ട് സേഫായി. 3 പേര് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഡേഞ്ചറസ് സോണിലേക്ക് പോവാണ്. ജയിച്ചത് അഭിറാം, അനഘ, പ്രണവ് എന്നിവരായിരുന്നു. സോ അതിനകത്ത് ഏറ്റവും നന്നായിട്ട് പിരമിഡ് ചെയ്ത ഒരാൾ, 3 പേരും പിരമിഡ് ഉണ്ടാക്കിയെങ്കിലും ഏറ്റവും നന്നായിട്ട് ചെയ്ത ആൾക്ക് ഒരു സവിശേഷമായിട്ടുള്ള ഒരു അംഗീകാരം കിട്ടും. അത് ഒരു ഇൻഫിനിറ്റ് പെൻഡന്റ് ആണ് കൊടുക്കുന്നത്. ഇൻഫിനിറ്റ് പെൻഡന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്. അതിന് എന്തൊക്കെയോ പവേഴ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ആർക്ക് കൊടുക്കണമെന്ന് ഓരോ ടാസ്ക് കഴിയുമ്പോഴും ജഡ്ജിമാർക്ക് തീരുമാനിക്കാം. സോ അത് ആദ്യം കിട്ടുന്നത് പ്രണവിനാണ്. രണ്ടാമത് വരുന്ന ടീം എന്ന് പറയുന്നത് നമ്മുടെ രഞ്ജിനിയുടെ ടീമാണ്. ആ ടീമിന് കൊടുക്കുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത് കുറെ വളയങ്ങൾ ഉണ്ടാവും. ഈ വളയങ്ങൾക്കകത്താണ് ഇവർ നിൽക്കേണ്ടത്. അപ്പൊ ഇന്നും ഔട്ടും ഒക്കെ പറയുന്ന സമയത്ത്, ലെഫ്റ്റും റൈറ്റും ഒക്കെ പറയുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അത് ചെയ്യണം. തെറ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ടാസ്കിൽ നിന്ന് പുറത്താകും. പക്ഷെ ഡയറക്റ്റ് ഇന്നും ഔട്ടും അല്ല പറയുന്നത്. പകരം എന്ന് പറയുന്നതിന് പകരം അഖിൽ എന്ന് പറയും, ഔട്ട് എന്ന് പറയുന്നതിന് പകരം റനീഷ എന്ന് പറയും. അതുപോലെ റൈറ്റ് എന്ന് പറയുന്നതിന് പകരം രഞ്ജിനി എന്നും, ലെഫ്റ്റ് എന്ന് പറയുന്നതിന് പകരം റിയാസ് എന്നും പറയും. സോ ഇങ്ങനെ ഈ പേരുകളിലായിരിക്കും ഇത് പറയുന്നത്. അത് മനസ്സിലാക്കിയിട്ട് റൈറ്റും ലെഫ്റ്റും ഇന്നും ഔട്ടും ഒക്കെ ഇവര് ചാടി നിൽക്കണം എന്നുള്ളതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം എന്നുള്ളതാണ്. സോ അത് ആ ഒരു ടാസ്കിനകത്ത് ഫസ്റ്റ് തന്നെ ആരാധ്യയും അതുപോലെ രണ്ടാമത് നയനയും ഔട്ട് ആവുന്നുണ്ട്. സോ ഇവര് 2 പേരും നേരെ ഡേഞ്ചർ സോണിലേക്ക് പോകണം. ഇതിന്റെ വിന്നർ എന്ന് പറയുന്നത് പാർവതിയാണ്. ആ ഒരു ഇൻഫിനിറ്റ് മാല കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇൻഫിനിറ്റ് പെൻഡന്റ് കിട്ടുന്നത് പാർവതിക്കാണ്. മൂന്നാമത് വന്ന അഖിൽമാരാറിന്റെ ടീമിന് കൊടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ബോളുകൾ ബൗൺസ് ചെയ്തിട്ട് കപ്പിൽ വീഴ്ത്തുക എന്നുള്ള ഒരു ടാസ്ക് ആണ്. ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നുമില്ല, വളരെ അടുത്തു നിന്ന് തന്നെ ചെയ്യാവുന്നതാണ്, സിമ്പിൾ ആണ്. സോ ആ ഒരു ടാസ്കിനകത്ത് വിൻ ചെയ്തതെന്ന് പറയുന്നത് ഷിജിനാണ്. 22 ബോളുകളാണ് പുള്ളി ആ ഒരു ബൗൺസ് ചെയ്ത് ഗ്ലാസ്സിൽ വീഴ്ത്തിയത്. സ്മാർട്ടായിട്ട് കളിച്ചു. ആളിന് തന്നെയാണ് ശരിക്കും പെൻഡന്റ് കിട്ടുന്നത്, ഇൻഫിനിറ്റ് പെൻഡന്റ് കിട്ടുന്നത്. ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡിൽ നടന്ന കാര്യങ്ങൾ ഇത്രയും സംഭവങ്ങളാണ്. ഇതിനിടയിൽ നമുക്ക് അഖിൽമാരാറും അതുപോലെ റിയാസും തമ്മിലുള്ള കുറച്ച് ഇടയ്ക്ക് മുഴക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടുള്ള കൗണ്ടറുകൾ ഉണ്ട്. കണ്ടസ്റ്റൻസിന്റെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി തന്നെ മറ്റു വീഡിയോകൾ സംസാരിക്കാം. സോ എപ്പിസോഡ് ആകെ മൊത്തം ഇത്രയും സംഭവങ്ങളാണ്.
ഫസ്റ്റ് എപ്പിസോഡിൽ നടന്നത്. ബാക്കിയുള്ള 20 പേരുടെ പെർഫോമൻസ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്.